തികച്ചും ദാരുണമായ സംഭവമാണ് പയ്യന്നൂരിൽ നടന്നിട്ടുള്ളത്. SIR-ന്റെ പേരിൽ കേരളത്തിൽ നടക്കുന്ന രക്തസാക്ഷിയാണ് അനീഷ്. മാത്രമല്ല അതിനകത്ത് നടന്ന പ്രാദേശികമായി അദ്ദേഹത്തിന് നേരെ വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പറയുന്നത്. അപ്പൊ തീർച്ചയായും ഗൗരവതരമായ അന്വേഷണം നടത്തണം. കേരളത്തിലെ BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ട് പോലും BJP തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു BJP-യുടെ ഏജന്റായി പ്രവർത്തിച്ചതിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ ഈ ഒരു സമയത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ ഈ അടിച്ചേൽപ്പിച്ചത്. തീർച്ചയായും അത് ഗൗരവതരമായി, പ്രത്യേകിച്ച് ആത്മഹത്യയിലേക്ക് എത്തിയ വിഷയങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് മറ്റ് ഏതെങ്കിലും സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഭീഷണി ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുകൂടി അന്വേഷിക്കുക മാത്രമേ അതിന്റെ കൃത്യമായ കാര്യങ്ങളെ കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഏകപക്ഷീയമായ നടപടിയായിട്ട് നമുക്കിതിനെ വിലയിരുത്താൻ പറ്റുമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു നടപടിയായിട്ട് നമുക്കിതിനെ നോക്കിക്കാണാൻ പറ്റുമോ? കാരണം ഇത്രയധികം കുറഞ്ഞ സമയം മാത്രമാണ് ഇവർക്ക് നൽകുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ സമയം നീട്ടി നൽകണം, അല്ലെങ്കിൽ ജോലി സമ്മർദ്ദം, ഇതൊക്കെ വീണ്ടും ഇവർ ആവർത്തിക്കുമ്പോഴും പരാതിയെ ഉന്നയിക്കുമ്പോഴും നടപടിയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ കമ്മീഷൻ തന്നെ പറയുന്നത് ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്, അവർക്ക് അത്തരത്തിലൊരു സമ്മർദ്ദമുണ്ടാകുന്ന സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയല്ലേ പറയുന്നത്, ഇത്രയും ബാധിച്ച ഉത്തരവാദിത്വം അതിന്റെ SIR-മായി ബന്ധപ്പെട്ട് അതിന്റെ വിശദമായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരുപാട് സമയം ആവശ്യമുണ്ട്. പക്ഷെ ആ സമയമൊന്നും കൃത്യമായി കൊടുക്കാനോ അതുമനുസരിച്ചിട്ടുള്ള വർക്കിംഗ് അറേഞ്ച്മെന്റ് നടത്താനോ ഒന്നുമില്ല, സാഹചര്യമില്ലല്ലോ. ഇവിടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഘട്ടത്തിലാണല്ലോ ഈ ഒരു SIR കൂടി അടിച്ചേൽപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ തീർച്ചയായും ഗൗരവതരമായ അന്വേഷണം അതിന്റെ അകത്ത് നടത്തണം. ബാക്കി സമ്മർദ്ദങ്ങൾ ഉണ്ടോ, പ്രത്യേകിച്ച് അത് ആ രാഷ്ട്രീയ പരിസരവും ഒക്കെ ബന്ധപ്പെട്ട് കൃത്യമായി ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റൂ. തീർച്ചയായും ഇതിലൊരു നിയമ പോരാട്ടം തന്നെ നടത്താനാണ് കുടുംബത്തിന്റെ ഒരു തീരുമാനം. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു പുനർ ആലോചന നടത്തേണ്ട ഒരു സാധ്യതയില്ലേ? കാരണം ഇവരുടെ ഒരു നടപടിക്രമങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ട ആവശ്യകതയും ഇതിലൂടെ ആവർത്തിക്കപ്പെടുകയല്ലേ? തീർച്ചയായും വ്യക്തത വരും. പക്ഷെ ഒരാളുടെ ജീവൻ കൊണ്ടാണ് പരിശോധിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾ പറഞ്ഞപ്പോൾ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മനസ്സിലാക്കിയില്ല. തീർച്ചയായും ഒരു ആളുടെ ആത്മഹത്യ തീർച്ചയായിട്ടും വളരെ ഗൗരവതരമായ ഈ വിഷയത്തിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടണം, വളരെ ശക്തമായ രൂപത്തിൽ പ്രതിഷേധങ്ങൾ വരണം എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഒരു അവലോകന യോഗം വിളിച്ചിട്ടുണ്ട് കോൺഗ്രസ്. അപ്പോൾ അതിൽ കൂടുതൽ ചർച്ചകളൊക്കെ കാര്യങ്ങളൊക്കെ നടത്താനുള്ളൊരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്തുടനീളം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളെ കൊലപ്പെടുത്തിയിട്ടല്ലോ ഇത് ചെയ്യണത്, ഒരാളെ ജീവൻ പോയിട്ടല്ല ഇത് പരിശോധിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.